ഈ നമ്മളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അവർ ഉറപ്പായിട്ടും ഈ കോർപ്പറേറ്റ് ടാക്സ് എടുത്തിരിക്കണം. ഈ കോർപ്പറേറ്റ് ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ബിസിനസ് പ്രോഫിറ്റ് ടാക്സ് ആണ്. അതിൻ്റെ പ്രത്യേകത 2 ക്രൈറ്റീരിയ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ 1 ജനുവരി മുതൽ ഡിസംബർ 31 വരെ, അപ്പോൾ 12 മാസം. അപ്പോൾ നമ്മൾ വർഷത്തിലാണത് ഫയൽ ചെയ്യുന്നത്. നമ്മുടെ ആ വർഷത്തിൽ നമുക്കിപ്പോൾ 10 ലക്ഷം ദിർഹംസിന് മണ്ടയ്ക്ക് നമുക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിൽ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. പിന്നെ നമുക്കിപ്പോൾ മാസം ഇപ്പോൾ 3,70,000 ദിർഹംസിന് മണ്ടയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്, ഓരോ മാസം വെച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. ഇപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3,70,000 ദിർഹംസിന് താഴെയാണെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യണം, പക്ഷെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അതാണ് പ്രത്യേകത. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് ഇൻകം ഇപ്പോൾ 3,65,000 ആണെങ്കിൽ താഴെയല്ലേ, അപ്പോൾ നമുക്ക് നീഡില്ല, നമുക്ക് ടാക്സ് ഇല്ല, 0% ആണ്. ഇപ്പം ഞാൻ അതിനകത്ത് കൊടുത്തില്ല, ഞാനിവ ടൈപ്പ് ചെയ്തില്ലായിരുന്നു. അതിനകത്ത് നമുക്കിപ്പോൾ ആ ഒരു ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് 5 ലക്ഷമാണെന്ന് വെച്ചോ, 5 ലാക്ക്. അപ്പോൾ കുറേ ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഡിഡക്ഷൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻ കിട്ടും, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് എന്തായാലും എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്. പിന്നെ മൂന്നാമത്തെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫിക്സഡ് അസറ്റോ നമ്മളെല്ലാം പർച്ചേസ് ചെയ്തെന്ന് വിചാരിച്ചു, അപ്പോൾ അതിന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രിസിയേഷൻ കിട്ടും, അപ്പോൾ അതിന് ഡിഡക്ഷൻ ഉണ്ട്. പിന്നെ നാലാമത്തെ പോയിന്റ് ട്രേഡിംഗ് ലോസ്. നമ്മുടെ ഈ മാസം ട്രേഡിംഗ് ലോസ് നഷ്ടമാണ്, നമ്മുടെ ബിസിനസ് ഭയങ്കര നഷ്ടത്തിലാണ്, അപ്പോൾ അതിന് നമുക്ക് കിട്ടും. പിന്നെ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ, എന്തെങ്കിലും ഡൊണേഷനോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷനും കാര്യം കിട്ടും. അപ്പോൾ നമ്മളിത് കുറച്ച്, നമ്മളിപ്പോൾ നെറ്റ് പ്രോഫിറ്റ് മൈനസ് ലെസ് ഡിഡക്ഷൻ കുറച്ച് നമുക്ക് നെറ്റ് ഇൻകം 4,70,000 ദിർഹംസും കിട്ടി. എന്നിട്ട് നമ്മളിപ്പോൾ ഈ എക്സംപ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞിരിക്കുന്ന ലിമിറ്റുള്ള എമൗണ്ടാണ്. അപ്പോൾ 3,70,000. ആ 3,70,000 4,70,000 ആയിട്ട് നമ്മൾ അത് മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് ടാക്സബിൾ ഇൻകം കിട്ടുന്നത് 1 ലാക്കാണ് കിട്ടുന്നത്. ഈ 1 ലാക്ക് കിട്ടിയിട്ട് നമുക്കിപ്പോൾ 9% കോർപ്പറേറ്റ് ടാക്സ്, 9% 1 ലാക്ക് ഇൻറ്റു 9% ചെയ്യുമ്പോൾ 9,000 രൂപ കിട്ടും. ഈ 9,000 രൂപയാണ് നമ്മൾ ഈ കോർപ്പറേറ്റ് ടാക്സിലോട്ട് ഫയൽ ചെയ്യുന്നത്, ഇവർ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. ആ രീതിയാണ് യഥാർത്ഥ ഇതിൻ്റെ പ്രൊസീജിയർ.